മാധ്യമപ്രവർത്തകരുടെ ശബ്ദത്തെ ജനങ്ങളുടെ ശബ്ദമായി അങ്ങ് കാണുന്നേയില്ല? ഒരിക്കലുമില്ല. അപ്പോൾ അങ്ങ് മാധ്യമ സ്വാതന്ത്ര്യത്തിന് ഇല്ലല്ല, അത് നിങ്ങളുടെ സ്വാതന്ത്ര്യമാണെന്നൊന്നും പറയരുത്. നിങ്ങളത് ദുസ്വാതന്ത്ര്യമാണെന്ന് ഞാൻ പറയും. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? ഇപ്പൊ നടക്കുന്ന വിഷയങ്ങളെ സംബന്ധിച്ച് തമിഴിൽ നിന്ന് പറയുന്നത് ചക്കളത്തി പോരാട്ടം എന്ന് പറയും. ഇവിടെ ചോദിക്കുക, അതിന് ഉത്തരം നേടുക, എവിടെയാണ് കുത്തിത്തിരിപ്പുണ്ടാക്കാൻ പറ്റുന്നത് അവിടെ പോയി അത് വിളമ്പുക, അവിടുന്ന് അവരുടെ പക്ഷം പറയും, തിരിച്ചു വന്ന് വീണ്ടും ഇവിടെ. നിങ്ങളിത് എത്ര പേരെടുത്ത് ചെയ്യുന്നു? മാധ്യമപ്രവർത്തകർ ചോദിക്കുന്ന ചോദ്യങ്ങൾ ജനങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന വിഷയങ്ങളല്ലേ? ജനങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ പോലീസ് ചോദിക്കും, കോടതി ചോദിക്കും. കോടതിയുടേതാണ് ജനങ്ങൾക്ക് ആവശ്യമുള്ള നിർണയം. പത്രപ്രവർത്തകർക്ക് കോടതിയാവാനൊക്കത്തില്ല, ജഡ്ജാവാനൊക്കത്തില്ല, ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസേഴ്സ് ആവാനൊക്കില്ല. പഠിച്ചു നോക്കൂ. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. ഇന്ത്യ എന്ന് പറയുന്ന ജനാധിപത്യ രാജ്യത്ത് ഇന്ത്യൻ ഭരണഘടനയോട് കൂറും വിശ്വസ്തതയും പുലർത്തിക്കൊള്ളാമെന്ന് സത്യപ്രതിജ്ഞ ചെയ്തിട്ടുള്ള ആളാണ്. ഇന്ത്യൻ ഭരണഘടന അഭിപ്രായ സ്വാതന്ത്ര്യം അനുവദിക്കുന്നുണ്ട്, മാധ്യമ സ്വാതന്ത്ര്യം അനുവദിക്കുന്നുണ്ട്. അതിനെ അങ്ങ് മാനിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഒരിക്കലുമില്ല. ജനങ്ങളെ ഞാൻ മാനിക്കും. ആ ജനങ്ങളെ വഴിതെറ്റിക്കുന്ന തരത്തിൽ മാധ്യമ പ്രവർത്തനം പോയാൽ അതിനെ ഞാൻ ഹനിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. പക്ഷെ അതിനോടൊപ്പം എനിക്ക് സഞ്ചരിക്കാൻ സാധിക്കില്ല. ഇറങ്ങി ഓടാന്ന് വെച്ച വഴിയും പരിചയമില്ല. എന്തിനാണ് ഇത്ര പെട്ടെന്ന് പ്രകോപിതനാവുന്നത്? എനിക്ക് വിഷയമല്ലല്ലോ എന്നെ പ്രകോപിപ്പിക്കുന്നത്. നിങ്ങളുടെ ഒരു നിശ്ചയമുണ്ട്, ആ നിശ്ചയത്തെയാണ് ഞാൻ എതിർക്കുന്നത്. ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണം വിൽക്കാൻ പോണു. അതായത് മാധ്യമങ്ങളുടെ ചോദ്യത്തിന് എപ്പോഴും ഉത്തരം പറഞ്ഞുകൊള്ളണം എന്നുള്ള ബാധ്യത ഇല്ല. ഇല്ലില്ല, നിങ്ങൾ ചോദിക്കുന്നതിന് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നടക്കുന്ന വിഷയത്തെ സംബന്ധിച്ച് ഞാൻ 3 പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞതല്ലേ. പിന്നെ എന്തിനാണ് അതിട്ട് ബീറ്റിംഗ് അബൌട്ട് ദ ബുഷ്? എന്തിനാണ്? അപ്പൊ നിങ്ങൾക്കൊരു ഇന്റൻഷൻ ഉണ്ട്. ഐ കനോട്ട് ബിലോങ് ടു യുവർ പ്ലാൻസ്. ഇപ്പോ അമ്മ എന്ന് പറയുന്ന സംഘടനയിൽ നിന്ന് താങ്കൾ ഏറെക്കാലം വിട്ടു നിന്നിരുന്നു. അതിനുശേഷം ഇപ്പോ പെട്ടെന്ന് അമ്മയോടൊരു സഹാനുഭൂതി, സഹപ്രവർത്തകരുടെ സഹാനുഭൂതി എന്ന നിലയിലേക്ക് വന്നു. This is deceiving എന്ന് പറയുന്നത് അത് നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിംഗ് ആണ്, which is wrong, which is definitely not your right. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ. എനിക്കിവിടെ ഇരിക്കുമ്പോൾ ഓർമ്മ വരുന്ന ഒരു സിനിമയുടെ പേര് ആൻമരിയ കലിപ്പിലാണ് എന്നുള്ളതാണ്. നിക്ക് ഏത് റൂട്ടിലേക്കാ വണ്ടി തിരിക്കണേന്ന് എനിക്കിപ്പോ മനസ്സിലായി. ഒരു സംശയം ചോദിച്ചോട്ടെ? ശ്രീ സുരേഷ് ഗോപി കലിപ്പിലാണ് മാധ്യമങ്ങളോട് എന്നുള്ളതാണ് പൊതുവെ ഒരു ചിന്ത. ആണോ? അതറിയാഞ്ഞിട്ട് നിനക്ക് ഇരിക്കപ്പുറതേ ഇല്ല അല്ലേടി കാന്താരി. ന്യായമില്ലാത്ത എതിരൊലിയുമായി ആര് വന്നാലും ഞാൻ ഇനിയും കലിപ്പിൽ തന്നെ ആയിരിക്കും. ന്യായമുണ്ടാവണം, ആരോപണങ്ങളിൽ ന്യായമുണ്ടാവണം, എന്നോട് ചോദിക്കപ്പെടേണ്ടതായ ചോദ്യങ്ങൾക്ക് ന്യായമുണ്ടാവണം, അത് ഉന്നയിക്കുന്ന മുഹൂർത്തത്തിന് ന്യായമുണ്ടാവണം. അത് ന്യായം. ആഗ്രഹമില്ലാണ്ടല്ല സുഖേട്ടാ. അതെ, ആദ്യം നീ നന്നാകാൻ നോക്ക്, എന്നിട്ട് മതി സ്വയം നന്നാകുന്നത്, കേട്ടാ? മാധ്യമപ്രവർത്തകരെ കാണുമ്പോൾ കേന്ദ്രമന്ത്രി, MP എന്നുള്ളതൊക്കെ മറന്നിട്ട് പഴയ ആക്ഷൻ ഹീറോ ആയി മാറുന്നുണ്ടോ? ഒരിക്കലുമില്ല. മനുഷ്യനാവണം എന്നതല്ലേ വലിയ ലോക തത്വം തന്നെ പറയുന്നത്. ഈ പറഞ്ഞതിന് വേറൊരർത്ഥം ഇല്ലേ? ഏയ്, അങ്ങനെ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. മനുഷ്യനാകണം അല്ലേ? അങ്ങനല്ലേ പറയുന്നത്? ഞാൻ ആ മനുഷ്യനാണ്, ഞാൻ ആ പച്ച മനുഷ്യനാണ്. ഞാനൊരു മനുഷ്യനാണ്, എന്റെ മനസ്സ് നോവും. ഞങ്ങളും മനുഷ്യരാണ്, മാധ്യമപ്രവർത്തകർ എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഞങ്ങൾ ഞങ്ങളുടെ തൊഴിലാണ് ചെയ്യുന്നത്. ഞാൻ കടന്നുകയറ്റത്തിന് വന്നിട്ടില്ലല്ലോ. സ്വന്തം സമാജത്തിന് തന്നെ പാര വെച്ചിട്ട് കരയരുത് വിശാലം, മേക്കപ്പ് ഇളകും. ചില മര്യാദകളില്ലേ, അത് പാലിക്കപ്പെടേണ്ടതല്ലേ. ഞാൻ നിങ്ങളുടെ ലൈൻ ക്രോസ് ചെയ്യുന്നില്ല, എന്റെ ലൈനും ക്രോസ് ചെയ്യാൻ പാടില്ല. എനിക്കും എന്റേതായ ഇൻഡിവിജ്വൽ റൈറ്റ്സ് ഉണ്ട്. നിങ്ങൾ എപ്പോഴും അവകാശങ്ങൾക്ക് വേണ്ടി പൊരുതുന്നവരല്ലേ, അവകാശം നേടിക്കൊടുക്കുന്നതിന് വേണ്ടി പൊരുതുന്നവരല്ലേ. എന്റെ അവകാശം ധ്വംസിക്കാൻ എന്തിനാണ് വരുന്നത്? മിസ്റ്റർ, നമ്മൾ അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കുറിച്ച്, മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഒക്കെ ചർച്ച ചെയ്യുന്ന ജനാധിപത്യ രാജ്യത്താണ്. വ്യക്തി സ്വാതന്ത്ര്യത്തെക്കുറിച്ചും നിങ്ങൾ ഉച്ചത്തിൽ സംസാരിക്കണം. ആ വ്യക്തികളുടെ കൂട്ടത്തിലും ഞാനും ഒരു വ്യക്തിയാണ്. പിന്നെ നാണക്കെടുത്തി. ജനങ്ങൾ തിരഞ്ഞെടുത്ത ജനപ്രതിനിധിയാണ്, രാഷ്ട്രീയ നേതാവാണ്, മന്ത്രിസഭാംഗമാണ്. അപ്പോൾ ജനങ്ങളോടുള്ള അക്കൗണ്ടബിലിറ്റി എന്നുള്ളത് മറന്നുകൊണ്ട് ഞാൻ ജനങ്ങളോട് അക്കൗണ്ടബിൾ ആണ്. ആ ജനങ്ങളിൽ നിന്ന് നിങ്ങൾ എന്നെ വേറിട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളെയും ആ ജനങ്ങളിൽ നിന്ന് എനിക്ക് വേറിട്ട് കാണേണ്ടി വരും.